നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് എന്നാണ് SIT വാദം. വൻ കവർച്ച നടത്താനായി പദ്ധതിയിട്ടുവെന്നും വാദമുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് കവർച്ചയിൽ മുഖ്യ പങ്കുണ്ടെന്നും SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വൻ കവർച്ച നടത്താനായി പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആസൂത്രണം നടത്തിയെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയതെന്നും പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്ത് SIT നൽകിയ സത്യവാങ്മൂലത്തിലാണ് കണ്ടെത്തൽ. കൽപേഷ് മൊഴി നൽകിയെന്നും SIT അറിയിച്ചു. ശ്രീകോവിലിന്റെ മറ്റു സ്വർണ്ണ ഉരുപ്പടികളും കവർ ചെയ്യാൻ ആസൂത്രണമുണ്ടായി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബാംഗ്ലൂരിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. 1999 സ്വർണം പൂശിയതിനെ കുറിച്ച് കൃത്യമായി ബോധ്യം ഗോവർദ്ധനുണ്ടായിരുന്നു. 95 മുതൽ ഇയാൾ ശബരിമലയിൽ എത്തുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. DDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായി. സ്വർണ്ണ കവർച്ചയിൽ സംഘടിത കുറ്റകൃത്യം നടത്തി. മറ്റു സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി. കവർച്ച പോയ സ്വർണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുന്ന SIT കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കുളത്തിൽ ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി ഇട്ടിരുന്നുവെന്ന വിവരവും വരുന്നു. കേസിൽ ഉൾപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും SIT കണ്ടെത്തി. ശബരിമലയിൽ പ്രതികൾ പദ്ധതിയിട്ടത് വൻ കവർച്ച നടത്താനാണ് ഹൈക്കോടതിയിൽ SIT പറഞ്ഞതാണെന്നും ശബരിമലയിൽ സ്വർണ്ണക്കടത്തിൽ ഗുരുതര വെളിപ്പെടുത്തലാണ് SITയിലെ റിപ്പോർട്ടിലുള്ളത്. വലിയ രീതിയിൽ കവർച്ച നടത്താനായി പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആസൂത്രണം നടത്തിയെന്നാണ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതിയിട്ടുവരുന്നു. ഹൈക്കോടതി മുമ്പാകെ വിഷയം വന്നപ്പോൾ 3 പേരും ബാംഗ്ലൂരിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഉൾപ്പെട്ടാൽ എന്ത് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ ചർച്ച ചെയ്യുന്നുവെന്ന് SIT കണ്ടെത്തി. ഗോവർദ്ധന്റെ ജാമ്യഹർജി എതിർത്ത് SIT നൽകിയ റിപ്പോർട്ടിലാണ് ആസൂത്രണത്തെക്കുറിച്ച് പറയുന്നത്. 2025 ഒക്ടോബറിൽ പ്രതികൾ ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയെന്നും ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു ഇതെന്നും SIT പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങൾ അടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊഴിഞ്ഞ ഭാഗങ്ങളിൽ നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു. കട്ടിളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണ്ണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച ശങ്കർ എന്ന വിദഗ്ധൻ വേർതിരിച്ചെടുത്തത്. ഇതിനുശേഷം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിൽ സ്വർണം എത്തിയെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് കോടതിയുടെ കർശന ഇടപെടൽ. ഈ സമയത്ത് കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികളും ബംഗളൂരുവിൽ ഒത്തുചേർന്നുവെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 10-ാം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ബംഗളൂരുവിൽ ഒത്തുചേർന്നുവെന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. 3 പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ചാണ് SITയുടെ കണ്ടെത്തൽ. കേസിൽപ്പെട്ടാലുണ്ടാകുന്ന നടപടികളെ കുറിച്ച് ഇവർ ചർച്ച ചെയ്തുവെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. കൊള്ള പുറത്തു വന്നതോടെ ഗൂഢാലോചന മറച്ചുവെക്കാൻ എന്തൊക്കെ പദ്ധതികൾ വേണമെന്ന് ചർച്ച ചെയ്തതായും റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെന്നും റിപ്പോർട്ടിലുണ്ട്. ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പണം അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ദുരൂഹമായ അക്കൗണ്ടുകളുണ്ട്. ഈ പണം കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടന്നത്. വൻ കൊള്ളയാണ് ആസൂത്രണം നടത്തിയെന്നും പിടിക്കപ്പെടാതിരിക്കാൻ ബംഗളൂരുവിൽ ആസൂത്രണം നടത്തിയെന്നും SIT പറയുന്നു. കൊള്ളയുടെ വ്യാപ്തി അറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമെന്നും അതുവരെ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വാദിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുമുണ്ട്.